Hello friends, welcome to another episode of Diksha Video Lessons. So today we'll study the topic internal capsule. Internal capsule exam point of view ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടാണ്. അപ്പാർട്ട് ഫ്രം ദിസ് ക്ലിനിക്കലി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൻ്റെ ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് സബ് ഹെഡിങ്സ് ആയിട്ടായിരിക്കും എഴുതുന്നത്. സോ വാട്ട് ആർ ദ സബ് ഹെഡിങ്സ്? ഫസ്റ്റ്, വാട്ട് ഈസ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ? Second, what are the parts and relations of internal capsule? Third, what are the fibers that pass through internal capsule? Fourth, the blood supply. And finally, the clinical correlation. So what is internal capsule? Internal capsule is defined as a compact bundle of projection fibers situated between the thalamus and caudate nucleus medially and the lendiform nucleus laterally. സെറിബ്രൽ കോർട്ടെക്സിനെ ബ്രെയിൻ സ്റ്റെമും സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. പ്രൊജക്ഷൻ ഫൈബേഴ്സ് ഇൻക്ലൂഡ്സ് അസെൻഡിങ് ഓർ സെൻസറി ഫൈബേഴ്സ് ആസ് വെൽ ആസ് ഡിസെൻഡിങ് ആൻഡ് മോട്ടോർ ഫൈബേഴ്സ്. ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിന് ശേഷം ഈ ഫൈബേഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? ക്രേനിയലി അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് പോകുമ്പം ഇത് സ്പ്രെഡായി കൊറോണ റേഡിയേറ്റ് ചെയ്യും. താഴോട്ട് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് അവേ ട്രാവൽ ചെയ്യുമ്പം കണ്ടൻസ് ചെയ്ത് ക്രാസ് സെറിബ്രെ ഓഫ് മിഡ് ബ്രെയിൻ ഫോം ചെയ്യും. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലിനിക്കൽ കോറിലേഷൻ, കൊറോണ റേഡിയേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം മോർ നമ്പർ ഓഫ് ഫൈബേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടായിരിക്കും ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിലെ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഒരു ചെറിയൊരു ഇഞ്ചുറി ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിന് സംഭവിച്ചു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ഫൈബേഴ്സിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുക. സോ ദിസ് ക്യാൻ ലീഡ് ടു എ ലാർജർ ലീഷൻ. നെക്സ്റ്റ്, പാർട്സ് ആൻഡ് റിലേഷൻസ്. ഹൊറിസോണ്ടൽ സെക്ഷൻ ഓഫ് സെറിബ്രം എടുക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പ് വി ഷേപ്ഡ് ആയിരിക്കും. ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിന് 5 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഹൗ വിൽ വി റിമെമ്പർ ദിസ്? സോ വി ക്യാൻ ഡു ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ന്യൂമോണിക്. ആ ന്യൂമോണിക് ആണ് അമീർ ഗോട്ട് എ പിസ്സ റൗണ്ട് ആൻഡ് സ്മോൾ. ഹിയർ എ സ്റ്റാൻഡ്സ് ഫോർ ആൻറ്റീരിയർ ലിം, ജി ഫോർ ജെനു, പി ഫോർ പോസ്റ്റീരിയർ ലിം, ആർ ഫോർ retrolendiform part and S for sublendiform part. Before we move on to the definition of these parts, let's remember 3 important points about the relation of internal capsule. First point, there are only 3 relations of the internal capsule. 1. Caudate nucleus, 2. Thalamus, and 3. Lendiform nucleus. Lendiform nucleus എന്ന് പറയുന്നത് globus pallidus plus putamen. രണ്ടാമത്തെ പോയിന്റ്, എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ലെൻഡിഫോം ന്യൂക്ലിയസ് ഓൾവേസ് ലാറ്ററൽ ആയിരിക്കും. മൂന്നാമത്തെ അപ്പം കോഡേറ്റ് ന്യൂക്ലിയസ് ആൻഡ് തലാമസ് മീഡിയൽ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആൻറ്റീരിയർ ആയിട്ട് വരുന്നത് കോഡേറ്റ് ന്യൂക്ലിയസും പോസ്റ്റീരിയർ ആയിട്ട് വരുന്നത് തലാമസുമാണ്. ദാറ്റ് ഈസ് എ സി ആൻഡ് പി ടി. എ സി ആൻറ്റീരിയർ കോഡേറ്റ് ആൻഡ് പോസ്റ്റീരിയർ തലാമസ്. സോ നോയിങ് ദിസ്, now we can easily define the parts. So now looking at the cross section of the internal capsule. Once again the 5 parts: anterior limb, posterior limb, genu, retrolendiform part and the sublendiform part. Anterior limb is situated between the caudate nucleus medially and the lendiform nucleus laterally. Posterior limb is situated between the thalamus medially and the lendiform nucleus, the posterior part of lendiform nucleus laterally. ഈ 2 ഭാഗങ്ങളെയും ആൻറ്റീരിയർ ലിമ്പിനെയും പോസ്റ്റീരിയർ ലിമ്പിനെയും കണക്ട് ചെയ്യുന്ന ആ ബെൻഡിനെയാണ് നമ്മൾ ജനു എന്ന് വിളിക്കുന്നത്. ഈ വി ഷേപ്പ് ബെൻഡിൻ്റെ വി അല്ലെങ്കിൽ കോൺകേവിറ്റി ഫേസ് ചെയ്തിരിക്കുന്നത് ലാറ്ററലി ആണ്. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ ലെൻഡിഫോം ന്യൂക്ലിയസ്. ദ പാർട്ട് ഓഫ് ദി ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ ലെൻഡിഫോം ന്യൂക്ലിയസ് ഓർ ബിഹൈൻഡ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ലെൻഡിഫോം ന്യൂക്ലിയസ്, അതിനെയാണ് നമ്മൾ retrolendiform part എന്ന് പറയുന്നത്. Retro means behind. And now what is sublendiform part? Sub means below. So the part of internal capsule or the fibers of internal capsule situated below the lendiform nucleus or which go below the lendiform nucleus is defined as the sublendiform part. Next we will see the fibers that pass through internal capsule. So we'll discuss this in 2 sessions, that is the ascending fibers and the descending fibers. So before that, നമുക്കൊരു ബേസിക് നോളജ് ദാറ്റ് എല്ലാ ഫൈബേഴ്സും ദേ വിൽ ടേക്ക് ദ മോസ്റ്റ് ഡയറക്റ്റ് പാത്ത് ടു ദ ഡെസ്റ്റിനേഷൻ. ഇതിൻ്റെ അർത്ഥം എന്താ? ഫോർ എക്സാമ്പിൾ, ഫൈബേഴ്സ് ഫ്രോണ്ടൽ ലോബിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഫ്രോണ്ടൽ ലോബിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ പാസ് ത്രൂ
ആൻറ്റീരിയർ ലിം, ജെനു ആൻഡ് പോസ്റ്റീരിയർ ലിം. അതേപോലെ തന്നെ പറൈറ്റൽ ലോബിലോട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഫൈബേഴ്സും പാസ് ചെയ്യുന്നത് ജെനു അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലിം ആൻഡ് സം ഫൈബേഴ്സ് ത്രൂ ദ റിട്രോലെൻഡിഫോം പാർട്ട്. ഒസിപിറ്റൽ ലോബിലോട്ട് പാസ് ചെയ്യുന്ന ഫൈബേഴ്സ് റിട്രോലെൻഡിഫോം പാർട്ടിലൂടെയും പിന്നെ ടെമ്പറൽ ലോബിലോട്ട് പാസ് ചെയ്യുന്ന ഫൈബേഴ്സ് സബ് ലെൻഡിഫോം പാർട്ടിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. Now we'll discuss the ascending group of fibers. Ascending group of fibers, they originate from two tracts, spinothalamic tract and the posterior column tract. ഇത് eventually thalamusൽ റിലേ ചെയ്യുന്നത് തലാമസിൽ നിന്ന് തേർഡ് ഓർഡർ ന്യൂറോൺസ് കോർട്ടെക്സിലോട്ട് പാസ് ചെയ്യും. ഈ ഫൈബേഴ്സിനെ നമ്മൾ തലാമോകോർട്ടിക്കൽ ഫൈബേഴ്സ്. തലാമോകോർട്ടിക്കൽ ഫൈബേഴ്സ്, they are the main ascending fibers of the internal capsule. Otherwise they are known as thalamic radiation. സോ നമുക്ക് 4 തലാമിക് റേഡിയേഷൻസ് ആണുള്ളത്. ആൻറ്റീരിയർ റേഡിയേഷൻ, സുപ്പീരിയർ റേഡിയേഷൻ, പോസ്റ്റീരിയർ റേഡിയേഷൻ ആൻഡ് ഇൻഫീരിയർ റേഡിയേഷൻ. Now let's make a table. ആ ടേബിളിൻ്റെ 4 parts. ഫസ്റ്റ് നമ്മൾ നെയിം ഓഫ് ദ റേഡിയേഷൻ, then origin, passage, destination. Passage means the part of the internal capsule through which the radiation passes, and the destination is obviously a lobe of the cerebral cortex. So we'll write down the lobes. ആദ്യം നമ്മൾ frontal lobe, അതിൻ്റെ താഴെയായിട്ട് parietal lobe, then occipital lobe and then temporal lobe. Passage നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം ഏത് ഭാഗത്തൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. സോ ഫ്രോണ്ടൽ ലോബിലോട്ടുള്ള ഫൈബേഴ്സ് ദേ വിൽ പാസ് ത്രൂ ആൻറ്റീരിയർ ലിം. ദെൻ പറൈറ്റൽ ലോബിലോട്ടുള്ള ഫൈബേഴ്സ് ദേ വിൽ പാസ് ത്രൂ ജെനു ആൻഡ് ദ പോസ്റ്റീരിയർ ലിം. Then the fibers to the occipital lobe, they will pass through the retrolendiform part, and the fibers to the temporal lobe, they will pass through the sublendiform part. So what is left? The origin. Origin എന്ന് പറയുന്നത് it is a nucleus of thalamus. So the nuclei, anterior and medial group of nuclei, they pass to the frontal lobe. പിന്നെ ventral tired nuclei pass to the parietal lobe. Then the third nucleus is lateral geniculate body. Lateral geniculate body L ഉണ്ട്. So L means light optic radiation. So it passes to the occipital lobe. Occipital lobe തന്നെ visual cortex. പിന്നെ medial geniculate body. Medial geniculate bodyയിൽ M ഉണ്ട്. So M means music. So auditory radiation. Auditory radiation goes to the auditory cortex of the temporal lobe. So how will we remember this? നമുക്ക് ഇതിനെ ഒരു mnemonically remember ചെയ്യാം. So we have A, M, V, L and M. So that is Aunt Mary was a very lovely maid. Anterior, medial, ventral tire, lateral geniculate body and medial geniculate body. So summarizing, anterior radiation origin is from the anterior and medial group of nuclei passing through anterior limb to the frontal lobe. Then we have superior radiation arising from the ventral tire of nuclei passing through genu and posterior limb to the parietal lobe. Then we have posterior radiation, otherwise known as optic radiation, originating from lateral geniculate body passing through the retrolendiform part to the occipital lobe, otherwise the visual cortex. Then we have the inferior radiation or the auditory radiation originating from medial geniculate body passing through the sublendiform part to the temporal lobe or the auditory lobe. Now we'll go to the descending group of fibers. Descending group of fibers 3 type ആണുള്ളത്. First corticopondine, second pyramidal fibers, third extrapyramidal fibers. Corticopondine and the pathway cortex to pons to the opposite side cerebellum. So they are also known as the corticopondocerebellar fibers. Corticopondocerebellar fibers, according to the lobe, they are classified again into 4 types: frontopondine, temporopontine, parietopondine and occipitopondine. Frontopondine fibers നേരത്തെ പറഞ്ഞ പോലെ ഏത് ലിംബിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്? ആൻറ്റീരിയർ ലിം, ജെനു, പോസ്റ്റീരിയർ ലിം. ദെൻ പറൈറ്റോപോണ്ടൈൻ, ഇവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. പറൈറ്റോപോണ്ടൈൻ പാസ് ചെയ്യുന്നത് റിട്രോലെൻഡിഫോം പാർട്ടിലൂടെയാണ്. പിന്നെ ടെമ്പറോപോണ്ടൈൻ ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് സബ്ലെൻഡിഫോം പാർട്ടിലൂടെയും ഒസിപിറ്റോപോണ്ടൈൻ പാസ് ചെയ്യുന്നത് റിട്രോലെൻഡിഫോം പാർട്ടിലൂടെ ആയിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ഇസ് പിരമിഡൽ ഫൈബേഴ്സ്. പിരമിഡൽ ഫൈബേഴ്സ് 2 ടൈപ്പ് ഉണ്ട്: corticonuclear fibers or corticobulbar fibers, and the second one is the corticospinal fibers. Corticonuclear fibers കോർട്ടെക്സിന്ന് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ വഴി ബ്രെയിൻ സ്റ്റെമ്മിലെ ക്രേനിയൽ നെർവ് ന്യൂക്ലിയയിലോട്ടാണ് റിലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ക്രേനിയൽ നെർവ് ന്യൂക്ലിയർ. കോർട്ടിക്കോസ്പൈനൽ ഫൈബേഴ്സ് കോർട്ടെക്സിന്ന് മെഡിലയിലെ പിരമിഡൽ ഡിക്കസേഷനിൽ ക്രോസ് ചെയ്ത് സ്ലോവർ മോട്ടോർ ന്യൂറോൺ ഇൻ ദ സ്പൈനൽ നെർവിലോട്ടാണ് റിലേ ചെയ്യുന്നത്.
So നമുക്ക് ടു ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്, കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ് ആൻഡ് ദ കോർട്ടിക്കോ സ്പൈനൽ ഫൈബേഴ്സ്. So where are they located? In the internal capsule. Corticonuclear fibers, they are present in the genu, and the corticospinal fibers are present in the posterior. So നമുക്കിത് സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് BG, സ്പൈനൽ SP അങ്ങനെ ഓർത്ത് വയ്ക്കാം. ദാറ്റ് ഈസ് BG, bulbar passes through genu, and the spinal SP, that is the spinal fibers passes through posterior limb. സ്പൈനൽ ഫൈബേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ അപ്പർ ലിം, ട്രങ്ക്, ലോവർ ലിം. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിൻ്റെ ഫൈബേഴ്സ് കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സിന് ക്ലോസ് ആണ് ആസ് കമ്പയർഡ് ടു ദ ലോവർ ലിം. ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് എക്സ്ട്രാ പിരമിഡൽ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആണ്. എക്സ്ട്രാ പിരമിഡൽ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന കോർട്ടിക്സിലാണ്, പക്ഷേ എൻഡ് ചെയ്യുന്നത് റെഡ് ന്യൂക്ലിയസ്, സ്ട്രയ നയഗ്ര, ദാറ്റ് ഈസ് കോർഡേറ്റ് ന്യൂക്ലിയസ് പ്ലസ് പ്യൂട്ടാമിൻ അല്ലെങ്കിൽ റെറ്റിക്കുലർ ന്യൂക്ലിയസിലാണ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. മോസ്റ്റ് ഓഫ് ദി എക്സ്ട്രാ പിരമിഡൽ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ ലിംബിലൂടെയാണ്, ദാറ്റ് ഈസ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പോസ്റ്റീരിയർ ലിംബ്. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ബ്ലഡ് സപ്ലൈ ഓഫ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്രം ക്വസ്റ്റ്യൻ കൂടെയാണ്. സോ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ബ്ലഡ് സപ്ലൈ മെയിൻലി 5 ആർട്ടറീസ് എന്നാണ് വരുന്നത്. ഫസ്റ്റ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, സെക്കൻഡ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി, തേർഡ് ആൻറ്റീരിയർ കൊറോയിഡൽ ആർട്ടറി, 4 മിഡിൽ സെറിബ്രൽ ആർട്ടറി, 5 posterior cerebral artery. So ഇതിനകത്തുനിന്ന് the number of branches they give, it can be remembered as 1:2:2:3:3. That is, internal carotid artery gives 1 branch, 1 direct branch, anterior cerebral artery gives 2 branches, anterior choroidal artery gives 2 branches, middle and posterior cerebral artery gives 3 branches each. സോ ജസ്റ്റ് റീകോൾ ചെയ്യാൻ വേണ്ടി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ആൻറ്റീരിയർ കൊറോയിഡൽ, ആൻറ്റീരിയർ സെറിബ്രൽ ആൻഡ് മിഡിൽ സെറിബ്രൽ, ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബേസിലാർ ആർട്ടറി. നമുക്ക് ഈ ഓരോരോ ബ്രാഞ്ചും ഏത് പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഒരു ഡയറക്റ്റ് ബ്രാഞ്ച് കൊടുക്കുന്നത് ജനൂനാണ്. സെക്കൻഡ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി 2 ബ്രാഞ്ച് കൊടുക്കുന്നത്, അത് സപ്ലൈ ചെയ്യുന്ന ജനു ആൻഡ് ആൻറ്റീരിയർ ലിം. ആൻറ്റീരിയർ ലിംബിനെ സപ്ലൈ ചെയ്യുന്ന ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുടെ ബ്രാഞ്ചിന് അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ മീഡിയൽ സ്റ്റൈൽഡ് ബ്രാഞ്ച് ഓഫ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി ഓർ ദ റിക്കറൻറ്റ് ആർട്ടറി ഓഫ് ഹ്യൂപ്നം. ഇതിനൊരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആർട്ടറീസ് ടു അണ്ടർഗോ സെറിബ്രൽ ത്രോംബോസിസ്. നെക്സ്റ്റ് ആൻറ്റീരിയർ കൊറോയിഡൽ ആർട്ടറി. ആൻറ്റീരിയർ കൊറോയിഡൽ ആർട്ടറി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു ഡയറക്റ്റ് ബ്രാഞ്ചാണ്. അതും 2 ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നു. ആ 2 ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്നത് ഒന്ന് പോസ്റ്റീരിയർ ലിംബിനെയും സെക്കൻഡ് സബ് ലെൻറ്റിഫോം പാർട്ടിനെയും. ഫോർത്ത് മിഡിൽ സെറിബ്രൽ ആർട്ടറി. മിഡിൽ സെറിബ്രൽ ആർട്ടറി 3 ബ്രാഞ്ചസിനെ സപ്ലൈ ചെയ്യുന്നത്. മിഡിൽ സെറിബ്രൽ ആർട്ടറി സപ്ലൈ ചെയ്യുന്ന 3 ബ്രാഞ്ചസ് ആൻറ്റീരിയർ ലിം, ജനു, പോസ്റ്റീരിയർ ലിം. ഇതിനകത്ത് തന്നെ പോസ്റ്റീരിയർ ലിംബിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിന് ഒരു സ്പെഷ്യൽ നെയിമുണ്ട്. ആ ആർട്ടറിയുടെ പേരാണ് ലാറ്ററൽ സ്ട്രൈഡ് ബ്രാഞ്ച് ഓഫ് middle cerebral artery, otherwise known as the Charcot's artery of cerebral hemorrhage. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ആർട്ടറി ദാറ്റ് ക്യാൻ അണ്ടർഗോ സെറിബ്രൽ ഹെമറേജ്, ആൻഡ് ദിസ് ഈസ് എസ്പെഷ്യലി risky in patients with arterial hypertension and atherosclerosis. Fifth, the posterior cerebral artery. Posterior cerebral artery also has 3 branches, and these 3 branches supply last ഉള്ള 3 part, that is posterior limb, retrolentiform part and the sublentiform part. So summarize ചെയ്യാൻ വേണ്ടി let's make a table. We'll write anterior limb, genu, posterior limb, sublentiform part and retrolentiform part. Anterior limb supply ചെയ്യുന്ന 2 arteries AM, anterior cerebral artery and middle cerebral artery. ഇനി ജനുവിലോട്ട് വരുമ്പോൾ we'll just add an I to the AM. So AMI, anterior cerebral artery, middle cerebral artery, direct branch from internal carotid artery. പോസ്റ്റീരിയർ ലിംബിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് നമുക്ക് സിമ്പിളായിട്ട് മാപ്പ് എന്ന് ഓർക്കാം. MAP. M for middle cerebral artery, A for anterior choroidal artery and P for posterior cerebral artery. ഇനി സബ് ലെൻറ്റിഫോം പാർട്ടിലോട്ട് വരുമ്പം ഈ മാപ്പിൽ നിന്ന് M റിമൂവ് ചെയ്യാം. സോ വി ഹാവ് A and P, anterior choroidal artery and posterior cerebral artery. Retrolentiform പാർട്ടിലോട്ട് വരുമ്പം we will also remove the A, so we have only P, that is posterior cerebral artery. So finally finishing off with clinical correlation. So Charcot's artery cerebral hemorrhage. ഇവിടെ ഒരു hemorrhage സംഭവിക്കുകയാണെങ്കിൽ it will affect the posterior limb, and posterior limb it contains the superior thalamic radiation, so that will lead to contralateral sensory loss.
ഇതല്ലാതെ തന്നെ posterior limb contains the corticospinal fibers. So this can lead to hemiplegia, contralateral hemiplegia. Another point is, so for example, there is a thrombosis in the recurrent artery of Hübner. So recurrent artery of Hübner is supplying the anterior limb and genu, and genu contains the corticonuclear fibers, and the fibers that are close to the genu in the posterior limb, that is the corticospinal fibers for the upper limb. So that leads to a condition called as the faciobrachial monoplegia. That is, it affects the muscles of the face and the brachial, that is the upper limb. So if the artery supplying the retrolendiform part is affected, so the retrolendiform part contains the optic radiation. So it will lead to a condition called as homonymous hemiangioplasty. So depending upon the part of the internal capsule affected and the fibers that pass through this part, we can easily predict the clinical condition.